വെൽക്കം ടു യാർണമെന്റ്സ്. ഇന്നത്തെ ട്യൂട്ടോറിയൽ ഞാൻ നിങ്ങൾക്ക് ആ ക്രോപ്പ് ടോപ്പ് ട്യൂട്ടോറിയലിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് പറഞ്ഞു തരാൻ പോകുന്നത്. സോ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ യോക്ക് ഫോം ചെയ്യുന്നതിനെ പറ്റി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 5 റോസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സോ ഇന്ന് ആൻഡ് 6th റോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണെന്നുള്ളത്. ആ 6th റോ തൊട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. So today we are going to understand how we should do our crop top tutorial starting from the 6th row. In the previous tutorial we have been looking into making the yoke as well as 5 rows formation. So now let's move ahead with the tutorial. So here we will be starting our 6th row with 2 chains and then double crochet stitches in the next few stitches until you reach this chain space. So let's crochet that. It's going to be exactly how we have done in the previous tutorial. Just only increases and the number of stitches count matters. So we have completed all the stitches required for this row. Now we are going to do an increase in this chain 1 space. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആ chain 1 സ്പേസിൽ നമ്മൾ ഡബിൾ ക്രോഷേ chain 1 ഡബിൾ ക്രോഷേ ഇൻക്രീസ് ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റിച്ച് മാർക്കർ മറക്കാതെ ആ chain 1 സ്പേസിൽ തന്നെ ഇടുക. സോ ഇതുവരെ നമുക്ക് 1 2 3 4 5 6 7 8 9 10 11 12 13 സ്റ്റിച്ചസ് ആണ് 5th റോയിൽ നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ റോയിൽ നമുക്ക് 14 സ്റ്റിച്ചസ് പ്ലസ് ഇൻക്രീസ് അത് എത്രയും ഉണ്ടെന്ന് നോക്കാം. 2 4 6 8 10 12 14 യെസ്. സോ നൗ വി ഹാവ് 14 സ്റ്റിച്ചസ് ഇൻ ആർ ഫസ്റ്റ് സെറ്റ്. അപ്പോൾ പ്രീവിയസ് റോയിൽ നമുക്ക് 16 സ്റ്റിച്ചസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റോയിൽ നമുക്ക് ഇൻക്രീസ് കൂടെ ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. സോ 16 പ്ലസ് ആ ഇൻക്രീസും ചെയ്യാനുണ്ട്. അതത്രയും നമുക്ക് എന്തായാലും ചെയ്തു തുടങ്ങാം. ഐ വിൽ മീറ്റ് യു വെൻ ഐ റീച്ച് ഹിയർ അറ്റ് ദി ഇൻക്രീസ്. സോ ഇപ്പം ഞാൻ എൻ്റെ ഈ എൻറ്റയർ സെറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലെനിക്ക് 17 സ്റ്റിച്ചസാണ് വന്നത്. അതെങ്ങനെയാണ് വന്നേ? നമുക്ക് പ്രീവിയസ് റോയിൽ ഒരു ഇൻക്രീസ് ഉണ്ടായിരുന്നു ഇവിടെ. സോ ആ സ്റ്റിച്ചും ഇതിനകത്ത് നമ്മൾ കൗണ്ട് ചെയ്യണം. അതേപോലെ ഇവിടെയും ഉള്ള ഒരു ഇൻക്രീസ് നമ്മൾ കൗണ്ട് ചെയ്യണം. ഓക്കെ, സോ ഐ ഹാവ് ഗോട്ട് 17 സ്റ്റിച്ചസ് ഇൻ ദിസ് പാർട്ട് ആൻഡ് നൗ ഐ ആം ഇൻ ടു മൈ chain 1 space where I am going to do the increase. Double crochet, chain 1, double crochet all in the chain 1 space of my previous row. And now again I am going to keep my stitch marker in the chain 1 space so that I don't miss it. Okay, now this is the back portion where I am going to stitch this entire row of stitches, yes. So without forgetting the increase stitch here as well as the increase stitch here. So I'll come and meet you once I reach at this point. So now I have reached my increase point here. So do an increase, double crochet, chain 1, double crochet all in the chain 1 space of the previous row. Now we should have 28 stitches here. So now we have to move to the next part in this section where it should be the same as total of 18 stitches as we got in this side. This is going to be our armhole area. So we have got 18 stitches here. The same 18 stitches we should get here, including the 2 increases here as well as here. Yes. ഇപ്പോൾ ഈ ഭാഗത്ത് എത്തുമ്പോഴേക്കും നമുക്ക് എത്രയാണ് വേണ്ടിയത്? ഇവിടെ കിട്ടിയ മാതിരി 18 സ്റ്റിച്ചസ് ആണ്. ഇത് ആം ഹോളിൻ്റെ ഏരിയ ആണ്. സോ ഇവിടെ കിട്ടിയ 18 സ്റ്റിച്ചസ് നമുക്ക്
ഈ സൈഡിലും കിട്ടണം. അപ്പോൾ നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. മറക്കാതെ നിങ്ങൾ ഈ ഇൻക്രീസ് പ്രീവിയസ് റോയിൽ കൊടുത്ത ഈ ഇൻക്രീസ് സ്റ്റിച്ചിൽ കൂടെ ഒന്ന് സ്റ്റിച്ചസ് ഇടുക, ഡബിൾ ക്രോഷേ ഇടണം. സോ ഐ വിൽ കം ആൻഡ് മീറ്റ് യു വിത്ത് ദി കൗണ്ട് when I reach here. Now I have reached my increase part. I am going to do my increase. So ഈ ചെയിൻ 1 സ്പേസിൽ നമുക്ക് എന്തായാലും ഇൻക്രീസ് ചെയ്തേക്കാം. സോ ദാറ്റ് ഈസ് ഡബിൾ ക്രോഷേ, ചെയിൻ 1, ഡബിൾ ക്രോഷേ ഓൾ ഇൻ ദി ചെയിൻ 1 സ്പേസ് ഓഫ് ദി പ്രീവിയസ് റോ. അപ്പോൾ എനിക്കിതിൽ 18 സ്റ്റിച്ചസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ കൗണ്ട് ചെയ്തുകൊണ്ടാണ് ചെയ്തത് ഈ സ്റ്റിച്ചസ് എല്ലാം. സോ നൗ വി ഹാവ് ടു മൂവ് ടു ദിസ് പാർട്ട്. ഇനി നമുക്ക് ഇവിടെ കൂടെ നമുക്കൊന്ന് ക്രോഷേ ചെയ്യാനുണ്ട്. സോ ഈ പാർട്ടിൽ നമുക്ക് എത്ര സ്റ്റിച്ചസ് വേണ്ടിയത് ഇവിടെ കിട്ടിയ മാതിരി തന്നെ കിട്ടണം. അപ്പോൾ 14 സ്റ്റിച്ചസ് ഇപ്പുറത്തുണ്ട്, അതേമാതിരി തന്നെ നമുക്ക് ഇവിടെയും 14 സ്റ്റിച്ചസ് വേണം. സോ ലെറ്റ്സ് സീ ഇഫ് യു ആർ ഗെറ്റിംഗ് 14 സ്റ്റിച്ചസ്. സോ ബിഫോർ ദാറ്റ് I have placed my stitch marker in its appropriate place. So 14 stitches. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ എത്തുമ്പോഴേക്കും ഞാൻ എൻ്റെ വീഡിയോ വീണ്ടും റെസ്യൂം ചെയ്യാം. ഇപ്പം ഞാൻ എൻ്റെ ഈ 6th റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലാസ്റ്റ് സെറ്റിൽ എനിക്ക് 14 സ്റ്റിച്ചസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ക്രോഷേ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൗണ്ട് ചെയ്യുകയും ചെയ്തിരുന്നു. സോ നമുക്ക് എന്തായാലും ആ ബുക്ക് ഒന്ന് നോക്കാം. നേരത്തെ ഞാൻ എഴുതി വെച്ച മാതിരി 6th റോയിൽ നമുക്ക് 92 സ്റ്റിച്ചസാണ് വേണ്ടിയത്. 5ാമത്തെ റോയിൽ നമുക്ക് 84 അല്ലേ കിട്ടിയേ. ഓരോരോ റോ കൂടുമ്പോഴേക്കും 8 സ്റ്റിച്ചസ് ഇൻക്രീസ് ആണല്ലോ നടക്കുന്നത് ചെയ്യുന്നത്. സോ 84 + 8 92. സോ ഇൻ ദിസ് റൗണ്ട് വി ഹാവ് ടു മേക്ക് ഷുവർ വി ഹാവ് ഒബ്റ്റെയിൻഡ് 92 സ്റ്റിച്ചസ്. ലെറ്റ്സ് കൗണ്ട്. 2 4 8 + 4 92. Yes, we did 90 92. So yes, we have received 92 stitches and this row is correct. ഇനിയിപ്പോൾ നമുക്ക് 7th row സ്റ്റാർട്ട് ചെയ്യാം. The 7th row is also the same as the 6th row, starting with chain 2, turn your work, double crochet in all these rows, all these stitches. ഇനിയിപ്പോൾ ഈ 7th റോയിൽ നമുക്ക് എത്രയാണ് വേണ്ടത്? 100 സ്റ്റിച്ചസ് ആണ് വേണ്ടത്. 8 സ്റ്റിച്ചസ് ആണ് ഇൻക്രീസ് ആയിരിക്കുന്നത്. സോ 92 + 8 100. സോ ലെറ്റ്സ് സീ ഇഫ് വി ഹാവ് 100 സ്റ്റിച്ചസ് ഇൻ അവർ 7th റോ. സോ 2 4 66 98 100. യെസ്. സോ 100 സ്റ്റിച്ചസ് എനിക്ക് ഈ 7th റോയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റാണ്. ലെറ്റ് മീ ജസ്റ്റ് മാർക്ക് ഇറ്റ്. യെസ്. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് എന്തായാലും ഈ ബട്ടൺ ബാൻഡ് ബട്ടൺ ഇതെവിടം വെച്ച് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇത് 1 2 3 4 5 6 7. ലക്കിലി നമ്മൾ 7 റോസ് ആണ് ചെയ്തിരിക്കുന്നത്. സോ 7 റോസ് കഴിഞ്ഞിട്ട് 8th റോ ഇങ്ങനെ ക്ലോസ് ചെയ്താണ് വന്നിരിക്കുന്നത്. കണ്ടോ, ക്ലോസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ജോയിൻ ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഓക്കെ. സോ ഫ്രം ഹിയർ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ ഇതുവരെ നമ്മൾ 7 റോസാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ 7 റോസിന് ഇവിടെ ഇങ്ങനത്തെ ഒരു വി ഷേപ്പ് മാതിരി കൊടുത്തിട്ട് അടുത്ത റൗണ്ട് മുതൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ സർക്കുലർ ഫാഷൻ മെത്തേഡ്. ഓക്കെ. സോ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഡ്രസ്സ് ഒന്ന് നേരെ വെക്കാം. ഞാൻ എന്തായാലും ഇവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ ഇട്ടേക്കട്ടെ, അല്ലെങ്കിൽ മറിച്ച് വെക്കുമ്പോഴേ ഈ സ്റ്റിച്ച് അങ്ങ് അയഞ്ഞു പോകും. സോ ഐ എം ജസ്റ്റ് ഗോയിങ് ടു പ്ലേസ് എ സ്റ്റിച്ച് മാർക്കർ ഹിയർ സോ ദാറ്റ് മൈ സ്റ്റിച്ചസ് ഗെറ്റ് സെക്യൂർഡ് ആൻഡ് സീ ഇറ്റ് ഈസ് നോട്ട് unraveling. Okay, so നമ്മുടെ ഡ്രസ്സ് കാണാനായിട്ട് ഇപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. സോ മേ ബി ഐ വിൽ ജസ്റ്റ് സൂം ഔട്ട് എ ബിറ്റ്. This is how our dress looks like. Maybe I will just position it from the top so that you can see it clearly.
So this is how our dress looks like. Okay, so for the yoke, everything. ഇനി നമുക്ക് ഇതിനിങ്ങനെ ഒന്ന് മടക്കി വെക്കാം കേട്ടോ. സോ ഇതുപോലെ ഒന്ന് ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. കോർണറായിട്ട് ഇങ്ങനെ മീറ്റ് ചെയ്യണം. ഈ കോർണറും ഇതുപോലെ ഇങ്ങനെ മീറ്റ് ചെയ്തു. യെസ്, സോ ഇറ്റ് ഈസ് ക്ലിയർ. ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ്. എൻ്റെ ആ ക്രോപ്പ് ടോപ്പിൽ ഇത്രയും ലെങ്ത്തിനാണ് ഞാൻ ആ ഒരു വി മാതിരി കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് എങ്ങനെയാന്ന് വെച്ചാൽ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ റൗണ്ടിലായിരിക്കും. ഇതുപോലെ ഇങ്ങനെ വിരിഞ്ഞ് വരത്തില്ല, ഇതിങ്ങനെ ജോയിൻ ചെയ്തിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, സോ സർക്കുലർ ഫാഷനിൽ. ബട്ട് വി വിൽ ഹാവ് ആർ ആം ഹോൾ ഓൾസോ. അപ്പം എന്തായാലും ഞാനിനി ഇങ്ങനെ വിരിഞ്ഞ് വെക്കാതെ, ഇവിടെയല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, ഐ മീൻ 7th റോ എൻഡ് ചെയ്തത്. ഇവിടെ നിന്നും നമ്മൾ ആസ് യൂഷ്വൽ എല്ലാ സ്റ്റിച്ചസും ചെയ്തുകൊണ്ട് തന്നെ പോകും. ഇവിടെ എത്തുമ്പോഴേക്കും എന്താണെന്നുള്ളത് നമുക്ക് കാണാം, എന്താണ് ആ ചേഞ്ച് എന്നുള്ളത് നമുക്ക് കാണാം. സോ ഞാൻ എന്തായാലും എൻ്റെ ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുകയാണേ. റിമൂവ് ചെയ്തിട്ട് നമുക്ക് അടുത്ത 8th റോ സ്റ്റാർട്ട് ചെയ്യണ്ടേ. അപ്പോൾ 8th റോയും ഇതുപോലെ തന്നെ ആസ് യൂഷ്വൽ നമ്മൾ എന്താണ് 2 ചെയിൻസ് ഇട്ടിട്ട് വർക്ക് ചേഞ്ച് ചെയ്യുക, ഐ മീൻ ടേൺ ചെയ്യുക. എന്നിട്ട് ഈ കാണുന്ന എല്ലാ സ്റ്റിച്ചസിലും അതുപോലെ തന്നെ സ്റ്റിച്ചസ് ഇട്ടുകൊണ്ട് വരിക. സോ ഈ റോയിൽ നമുക്ക് എത്ര സ്റ്റിച്ചസ് കിട്ടണം? നേരത്തെ നമുക്ക് 15 ഉണ്ടായിരുന്നു, ഇപ്പോൾ ഈ റോയിൽ 16 കിട്ടണം അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ആ 16 ഇവിടെ എത്തണമല്ലോ. അതുവരെയ്ക്കും ഞാൻ എൻ്റെ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം, ഐ മീൻ സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പോൾ ഞാൻ എൻ്റെ ഈ ഇൻക്രീസ് കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇതിൽ 20 സ്റ്റിച്ചസ് ഉണ്ട് അടുത്ത സെറ്റ് ആം ഹോളിൻ്റെ അവിടെ. ഇനിയിപ്പോൾ ഈ ഇൻക്രീസിൻ്റെ ഈ സ്റ്റിച്ചും കൂട്ടിയിട്ട് ഇവിടെ എത്തുമ്പോഴേക്കും എനിക്ക് മൊത്തം ഈ സൈഡിൽ 22 സ്റ്റിച്ചസ് വേണം. സോ അതെന്തായാലും ഈ ഇൻക്രീസ് ചെയ്ത് എത്തുമ്പോഴേക്കും നമുക്ക് 22 സ്റ്റിച്ചസ് ഉണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യാം. സോ ഐ വിൽ കം ആൻഡ് മീറ്റ് യു വെൻ ഐ റീച്ച് ഹിയർ. ഇപ്പോൾ എനിക്ക് എക്സ്ക്യൂസ് മീ, ഇവിടെ 21 സ്റ്റിച്ചസ് ഉണ്ട്. ഇപ്പോൾ എനിക്കിതിലിവിടെ 21 സ്റ്റിച്ചസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഈ ഡബിൾ ക്രോഷേ ചേർത്തിട്ട് 22 ആകാം. ഓക്കെ, സോ ഇൻക്രീസ് ഡബിൾ ക്രോഷേ, ചെയിൻ 1, ഡബിൾ ക്രോഷേ. ഓക്കെ, I'm going to remove this. Yes. So എനിക്കിതിൽ ഇപ്പോൾ 22 സ്റ്റിച്ചസ് ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ ഡ്രസ്സിൻ്റെ ബാക്ക് സൈഡാണ്. സോ ഇതിൽ നമുക്ക് ഇവിടെ നിന്ന് ആസ് യൂഷ്വൽ നമ്മൾ എല്ലാ സ്റ്റിച്ചസും ചെയ്തുകൊണ്ട് വരിക ചെയ്യുന്നത്. ഓക്കെ, സോ ഐ വിൽ കം ആൻഡ് resume when I reach here. ഇപ്പോൾ എനിക്ക് ഇതിൽ 31 സ്റ്റിച്ചസ് ഉണ്ട്. ഇനി ഒരു ഇൻക്രീസും കൂടെ ഇവിടെ കൊടുക്കുമ്പോഴേക്കും ആ ഇൻക്രീസിൽ വരുന്ന സ്റ്റിച്ചും കൂടെ ചേർത്തിട്ട് എനിക്ക് 32 കിട്ടും. സോ ഡബിൾ ക്രോഷേ, ചെയിൻ 1, ഡബിൾ ക്രോഷേ. സോ ഐ ഹാവ് എൻഷുർഡ് ദാറ്റ് ഇൻ ദിസ് set here I have 32 stitches including my increased stitches also. ഇനി അടുത്തത് നമുക്ക് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ക്രോഷേ, ഡബിൾ ക്രോഷേ ചെയ്യണം. ദെൻ ഇവിടെ ഇൻക്രീസ് ആൻഡ് ദെൻ ഈ ഭാഗം കൂടെ നമുക്ക് ക്രോഷേ ചെയ്യണം. സോ ഐ വിൽ മീറ്റ് യു ഹിയർ വെൻ ഐ വിൽ മീറ്റ് യു വെൻ ഐ റീച്ച് ഹിയർ അറ്റ് ദിസ് എൻഡ് പോയിന്റ്. ഇപ്പോൾ എനിക്ക് ഇവിടെ ഇനി ഒരു സ്റ്റിച്ച് കൂടെ ബാക്കിയുള്ളൂ. സോ ഇതും കൂടെ ഇടുമ്പോഴേക്കും എനിക്ക് 16 സ്റ്റിച്ചസ് കിട്ടും 7th റോയിൽ. 8th 1 2 3 4 5 6 7 8 സോറി 8th റോയിൽ എനിക്ക് ലാസ്റ്റ് ഇവിടെ എനിക്ക് 16 സ്റ്റിച്ചസ് കിട്ടി. അപ്പോൾ നമുക്ക് 8th റോയിൽ ഇനി ടോട്ടൽ എത്ര സ്റ്റിച്ചസാണ് വേണ്ടിയത്? 108 സ്റ്റിച്ചസ് ആണ് വേണ്ടിയത്. സോ നമുക്കതൊന്ന് നോക്കാം അത്രയും നമ്പർ ഓഫ് സ്റ്റിച്ചസ് ഉണ്ടോ എന്നുള്ളത്. 108. ഓക്കെ, സോ എനിക്ക്
ഈ എട്ടാമത്തെ റൗണ്ടിൻ്റെ ലാസ്റ്റിൽ എനിക്ക് 108 സ്റ്റിച്ചസ് തികച്ചുണ്ട്. ഓക്കെ, ഇനി നമുക്ക് 8th റോയിലല്ല നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, സോ നമ്മളിവിടെ ഇങ്ങനെ ഡബിൾ ക്രോഷ്യ ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഈ 8th റോ എൻഡ് വർക്ക് നമുക്കിങ്ങനെ മറിച്ച് പിടിക്കാം. ഓക്കെ, സോ ദാറ്റ് ഈ ടെയിൽ എൻഡ് എനിക്ക് ഈ സൈഡിൽ വരുന്ന മാതിരി. ഓക്കെ, സോ അതങ്ങനെ മറിച്ച് പിടിച്ചു. ഇനി ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ ആ ആം ഹോൾ രണ്ടും ഒരേപോലത്തെ അളവിൽ തന്നെ ഇങ്ങനെ വെക്കാം. ഈ രണ്ട് വശത്ത് ഞാൻ നേരത്തെ കാണിച്ചു തന്ന മാതിരി അതുപോലെ തന്നെ വെക്കാം. സോ വി ഗെറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. നിങ്ങളിത് അറേഞ്ച് ചെയ്യുന്ന വരെ വേണേൽ ഈ എക്സ്റ്റെൻഡ് ചെയ്ത ഈ ആണിലെ ഒരു സ്റ്റിച്ച് മാർക്കർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേടി കൂടാതെ ആ വർക്ക് ചെയ്യാം. ഈ അറേഞ്ച് ചെയ്യുന്ന ഈ വർക്ക് ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ ആ സ്റ്റിച്ച് അങ്ങ് അഴിഞ്ഞു പോയാലോ. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഡ്രസ്സ് ഫോൾഡ് ചെയ്ത് വെച്ചല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ 8th റൗണ്ടിലാണ് നമ്മളിനി ഈ സർക്കുലർ ഫാഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, ഈ ഡബിൾ ക്രോഷ്യ ചെയ്ത് ഈ കോർണറിൽ ഈ എൻഡ് സൈഡ് മുതൽ നമ്മൾ എന്താ ചെയ്യാം? ഇതിനെ ഇവിടുത്തെ ഈ റോ 8th റോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ 2 ചെയിനിലല്ലേ സ്റ്റാർട്ട് ചെയ്തത്. ആ ചെയിനിൻ്റെ മേളിൽ ഫസ്റ്റ് ചെയിൻ, ഇത് 1 ഇത് 2. കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, ഞാൻ സൂം ഇൻ ചെയ്യാം. സോ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു സീ. ഇതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റിച്ച്, ഇതാണ് എൻ്റെ സെക്കൻഡ് സ്റ്റിച്ച്. സോ മേ ബി ഐ വിൽ ജസ്റ്റ് എക്സ്പാൻഡ് ദിസ് സ്റ്റിച്ച് വിത്ത് മൈ darning needle. ഓക്കെ, ഇനി പൂക്കൊന്നിങ്ങനെ കടത്തി കൊടുക്കുക. യെസ്, അപ്പോൾ നമുക്ക് കിട്ടിയല്ലോ. ഇനി ഇതിൽ നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. ഇപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മുടെ വർക്ക് ജോയിൻ ചെയ്ത് കിട്ടിയോ? യെസ്, നമ്മുടെ വർക്ക് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കിട്ടി അല്ലേ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ആസ് യൂഷ്വൽ ഇപ്പം നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? 2 ചെയിൻസ് ഇട്ടിട്ട് അത് നമ്മുടെ ഡബിൾ ക്രോഷ്യ ആയിരിക്കും. ആൻഡ് ദെൻ വി വിൽ സ്റ്റാർട്ട് ഡൂയിങ് ഓൾ ദി ഡബിൾ ക്രോഷ്യ, റൈറ്റ്? അതുപോലെ തന്നെ നമ്മൾ ചെയ്യാം. സോ ഇപ്പോൾ ഞാനിവിടെ എന്താ ചെയ്തത്? എൻ്റെ 8th റോ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ ഫുൾ ഇങ്ങനെ 108 സ്റ്റിച്ചസ് കിട്ടുന്ന വരെ ഇവിടം വരെ കൊണ്ടുവന്ന് 108 സ്റ്റിച്ചസ് ഫിനിഷ് ചെയ്തു. എന്നിട്ട് നമുക്ക് ഇത് ഒരു സർക്കിൾ ഫാഷനിൽ കൊണ്ടുവരണം. ചെസ്റ്റ് സർക്കംഫറൻസിൻ്റെ ഇത് നമുക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് നമ്മൾ ഇവിടെ ഈ 8th റൗണ്ടിനെ സർക്കിൾ ഫാഷനിൽ എത്തിച്ചു. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ തുടങ്ങാൻ പോകുന്നത് 9th റൗണ്ടാണ്. 9th റൗണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ചിട്ട് ജോയിൻ ചെയ്ത് ഈ സ്റ്റിച്ചിൻ്റെ മേളിൽ തന്നെ ഒരു 2 ചെയിൻസ് ഇട്ട് ദിസ് ഈസ് ഗോയിങ് ടു ബി ആർ ഡബിൾ ക്രോഷ്യ. ഓക്കെ, അതിനുശേഷം ആസ് യൂഷ്വൽ നമ്മൾ ബാക്കി എല്ലാ സ്റ്റിച്ചസിൻ്റെ മേളിലും ഇങ്ങനെ എന്താണ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്തുകൊണ്ട് പോരുക. സോ എൻ്റെ റൗണ്ട് 9 കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. സോ ഇത് ഇനി ഇവിടുത്തെ ഈ 2 സ്റ്റിച്ചസ് ഉണ്ടല്ലോ, 2 ചെയിൻസ് ഉണ്ടല്ലോ, വിച്ച് ഈസ് മൈ ഫസ്റ്റ് DC. ഇതിൻ്റെ മേളിൽ ഞാൻ ഡബിൾ ക്രോഷ്യ ചെയ്ത ഇതിൻ്റെ മേളിൽ ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ എൻ്റെ ഈ 9th റൗണ്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. നമുക്ക് ഈ 9th റൗണ്ടിൽ 116 സ്റ്റിച്ചസ് ആണ് നമുക്ക് വേണ്ടിയത്. സോ ലെറ്റ് us count if we have 116 stitches. സോ ഞാൻ എന്തായാലും ഇതിൽ ഒരു സ്റ്റിച്ച് മാർക്കർ ഇട്ട് വെക്കാൻ പോവാണ്, സോ ദാറ്റ് മൈ സ്റ്റിച്ചസ് ഗെറ്റ് secured. Okay, so starting from this point I will be going in rounds to count
the number of stitches reaching 116. Okay, so I will meet you here. So 2, 4, 12, 14, 16. So this is my 116th stitch. So we have got 116 stitches. So നമുക്ക് 9th round total of 116 stitches കിട്ടിയിട്ടുണ്ട്. So far we have crocheted accurate number of stitches, and the dress as of now looks like this. Okay, so ഇങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഡ്രസ്സ് ഒന്ന് കാണപ്പെടുന്നത്. ഓക്കെ, സോ 9th റൗണ്ടിൽ ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്. ജസ്റ്റ് ഗെറ്റ് ദിസ് വ്യൂ ഫ്രം ദി ടോപ്പ്. യെസ്, സോ ഇത് രണ്ടും നമ്മുടെ ആം ഹോളാണ്. ആം ഹോളിന് വേണ്ടിയിട്ടുള്ള സ്റ്റിച്ച് മാർക്കേഴ്സ്. ദിസ് ഈസ് ദ പോയിന്റ് വേർ വി ഹാവ് പുട്ട് ദ സ്ലിപ്പ് സ്റ്റിച്ച് 9th റൗണ്ട് എൻഡ് ചെയ്തത്, ആൻഡ് ദിസ് ഈസ് അവർ നെക്സ്റ്റ് ആം ഹോൾ. ഓക്കെ, സോ ഇനി അടുത്തത് 10th റൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. 10th റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഈ ഡ്രസ്സിൽ നോക്കുവാണെങ്കിൽ സോ 1, 2, 3, 4, 5, 6, 7, 8, 9 കണ്ടോ, ഇത് നമ്മുടെ 9th റൗണ്ട്. ദിസ് ഈസ് അവർ 9th റൗണ്ട്. സോ 9th റൗണ്ട് നമ്മളിവിടെ ഇങ്ങനെ സർക്കിൾ ഫാഷനിലാണ് പോയിരിക്കുന്നത്. ഇനി 10th റൗണ്ടിലാണ് നമുക്ക് ഇവിടെ ഈ ആം ഹോളിൻ്റെ ഡിവിഷൻ വന്നിരിക്കുന്നത്. ഐ മീൻ ആം ഹോൾ നമ്മൾ മൊത്തത്തിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോൾ നമ്മൾ 10th റോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതിൽ ഞാൻ ഒരു 4 to 5 കളേഴ്സ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതിപ്പോൾ എനിക്ക് എന്തായാലും 4 റോസ് എൻ്റെ ഈ പിങ്കിൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഐ ആം ഗോയിങ് ടു ആഡ് മൈ ന്യൂ യാൺ ഹിയർ. എൻ്റെ പുതിയൊരു യാൺ കളർ ഞാനിവിടെ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. സോ ഐ ആം ഗോയിങ് ടു ചൂസ് ദിസ് കളർ ഓഫ് യാൺ. ഓക്കെ, സോ ഇതിൽ ഞാൻ ഈ യാൺ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്നുള്ളതൊക്കെ ഞാനൊരു ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്. അതേ മെത്തേഡിൽ തന്നെയാണ് വീണ്ടും ഞാനിപ്പോൾ ഇവിടെ ജോയിൻ ചെയ്യാൻ പോകുന്നത്. സോ വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഇസ് ഐ എം ജസ്റ്റ് ഗോയിങ് ടു റിമൂവ് ദിസ് സ്ലിപ്പ് സ്റ്റിച്ച്. ഐ എം ജസ്റ്റ് ഗോയിങ് ടു ആഡ് മൈ ന്യൂ യാൺ ഹിയർ. ഇനി ഇതിലെന്താന്ന് വെച്ചാൽ ഈ യാൺസ് രണ്ടും ഇങ്ങനെ പുറകിൽ ഐ മീൻ നമ്മുടെ ഫ്രണ്ട് സൈഡിലല്ലേ കാണപ്പെടുന്നത്. അപ്പോൾ അതിന് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ പതുക്കെ അകത്തോട്ടൊക്കെ കൊണ്ടുവരിക. സോ മേ ബി യു ക്യാൻ കീപ് യുവർ സ്റ്റിച്ച് മാർക്കർ ഇൻ ദിസ് യാൺ സോ ദാറ്റ് ഇറ്റ് ഈസ് കെപ്റ്റ് സെക്യൂർഡ്. ദ വർക്കിംഗ് യാൺ ഈസ് സെക്യൂർഡ് ദെയർ. ഇനി പതുക്കെ ഈ യാൺസ് ഇങ്ങനെ അകത്തോട്ട് വലിച്ചെടുക്കുക. ഇതിവിടെയൊക്കെ എടുക്കുന്നത്. യെസ്, ഓക്കെ. സോ നമ്മൾ ആ 2 യാൺസും അകത്തോട്ട് വലിച്ചു കഴിഞ്ഞു. മേ ബി ഒരു നോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് സെക്യൂർഡായിട്ട് കിടക്കും. യെസ്, ഗ്രേറ്റ്. ആൻഡ് ദെൻ നമുക്ക് വർക്ക് ചെയ്ത് തുടങ്ങാം. ഞാൻ ആസ് യൂഷ്വൽ എൻ്റെ ഈ 2 യാൺസും കൂടെ ചേർത്ത് പിടിച്ചിട്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നൗ ഇത് നമ്മുടെ 10th റൗണ്ട്. സോ 9 റൗണ്ട്സ് കഴിഞ്ഞു. ഞാനതങ്ങ് മാർക്ക് ചെയ്തു ഇവിടെ. ഇപ്പോൾ ഇതിൻ്റെ 10th റൗണ്ട്. 10th റൗണ്ടിന് ആസ് യൂഷ്വൽ തന്നെ നമ്മൾ 2 ചെയിൻസ് ഇടുകയാണ്. 2 ചെയിൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഡബിൾ ക്രോഷേ. Okay, and then I'm going to hold these yarns together and keep on working as usual. നയൻത് റൗണ്ടിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ 17 സ്റ്റിച്ചസ് ആണ് കിട്ടിയത്. സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ ഇതിങ്ങോട്ടേക്ക് 17 സ്റ്റിച്ചസ് ആണ് കിട്ടിയത്. സോ
ഇതുപോലെ ഈ സൈഡിൽ അല്ലേ 17 സ്റ്റിച്ചസ്. അപ്പോൾ 17 + 17 34. ഇനിയിപ്പോൾ ഇത് നമ്മൾ റൗണ്ട്സിൽ വരുമ്പോഴേക്കും ഇത് നമ്മുടെ ഫ്രണ്ട് സൈഡായിട്ട് മാറിക്കഴിയും. ആൻഡ് ബാക്ക് സൈഡ് വിൽ ബി ദ സെയിം ആസ് ബിഫോർ. സോ ടോട്ടലായിട്ട് നമുക്ക് റൗണ്ട്സ് ഇവിടെ ഈ ഫ്രണ്ട് സൈഡിൽ കിട്ടേണ്ടത് ഇനി ചെയ്ത് വരുമ്പോഴേക്കും 36 സ്റ്റിച്ചസ് ആണ് വേണ്ടിയത്. 18 സ്റ്റിച്ചസ് ഇവിടെ നിന്ന് ഇവിടം വരെ ആൻഡ് ദെൻ ഫ്രം ഹിയർ ടു ഹിയർ 18 സ്റ്റിച്ചസ്. സോ അത് 36. ദെൻ അഗെയിൻ ഇവിടെ നമ്മൾ ആം ഹോളിൻ്റെ ഒരു ഡെഫിനിഷൻ കൊടുക്കും, ഇവിടെയും നമ്മൾ ആം ഹോൾ ഡെഫിനിഷൻ കൊടുക്കും. സോ അത് കഴിഞ്ഞിട്ട് ബാക്കിൽ വരുമ്പോഴേക്കും വീണ്ടും 36 സ്റ്റിച്ചസ് ആകണം. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഹാവ് ദ സെയിം സ്റ്റിച്ചസ്. സോ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ എൻ്റെ 2 strands ഓഫ് yarn ഇതുപോലെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. So I will come and meet you at this point. So എനിക്കിതിൽ 17 സ്റ്റിച്ചസ് ഇപ്പോൾ 10th റൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഇൻക്രീസ് കൊടുക്കുക. സോ ഈ ഇൻക്രീസ് കൊടുക്കുന്നതിൻ്റെ ഈ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടെ കൗണ്ട് ചെയ്തിട്ടാണ് 10th റൗണ്ടിൽ നമുക്ക് ഇവിടെ 18 സ്റ്റിച്ചസ് കിട്ടുന്നത്. അതുപോലെയാണ് നമുക്ക് ഇത് റൈറ്റ് സൈഡിലായി ഇതിപ്പോൾ ലെഫ്റ്റ് സൈഡ് വരുമ്പോഴും ഇതുപോലെ ഇവിടെ റിപ്പീറ്റ് ചെയ്യുക. സോ അതെന്തായാലും സർക്കുലർ ഫാഷനിൽ വരുമ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഐ ആം ഇൻറ്റിമേറ്റിംഗ് യു. ഓക്കെ, സോ ഇതാണ് 10th റൗണ്ടിൽ നമ്മുടെ ഇൻക്രീസ്. സോ ഐ എം ജസ്റ്റ് കീപ്പിംഗ് മൈ സ്റ്റിച്ച് മാർക്കർ ഇൻ ഇറ്റ്സ് അപ്രോപ്രിയേറ്റ് പ്ലേസ്. ഓക്കെ, ഇനി ഇതിപ്പോൾ ഇൻക്രീസ് കൊടുത്തു കഴിഞ്ഞു. Now these two are matched here. അപ്പോൾ നമ്മുടെ ആം ഹോൾ ചെയ്യണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഇൻക്രീസ് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 4 ചെയിൻസ് കൊടുക്കാൻ പോവാണ്. സോ 1 2 3 4. ഓക്കെ, ആൻഡ് നൗ I am joining to this increase. Okay, so increase ന്റെ ഇത് നമ്മുടെ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ആയി. yarn over ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ വരുമ്പോഴേക്കും ഇത് നമ്മുടെ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ആയി മാറും. ഓക്കെ, ദെൻ ഇൻക്രീസ് ചെയ്യുക, ചെയിൻ 1 ആൻഡ് ഡബിൾ ക്രോഷ്യ. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ആം ഹോൾ ഡെഫിനിഷൻ ചെയ്ത് കഴിഞ്ഞു. Great. Okay, this is how our first armhole will be. Okay, right side and armhole. ഇനി ഇത് നമ്മുടെ പുറകിലത്തെ ഇത് സെക്ഷനാണ്. സോ 17th റോയിൽ പ്രീവിയസ് റോയിൽ, അതായത് 9th റൗണ്ടിൽ നമുക്ക് ഇവിടെ 34 സ്റ്റിച്ചസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ദി എൻറ്റയർ സ്ട്രിച്ച് ഹാഡ് 34 സ്റ്റിച്ചസ്. നൗ ആസ് യു ക്രോഷ്യ ഹിയർ ഇറ്റ് വിൽ ബി giving you 36 including this increase stitch, the first increase stitch here. Okay, so 36 stitches നമുക്ക് ഈ റൗണ്ടിൽ കിട്ടണം. സോ ഐ വിൽ മീറ്റ് യു അറ്റ് ദിസ് പോയിന്റ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഈ ബാക്ക് സൈഡിൽ ഇവിടുത്തെ ഈ ഇൻക്രീസിൽ വന്ന് നിൽക്കുകയാണ്. സോ ഐ ഹാവ് 36 stitches in this side. Start counting this increase also. സോ ഇത് മൊത്തം എനിക്ക് 36 സ്റ്റിച്ചസ് ഉണ്ട്. ഇനി അടുത്ത ഈ ഇൻക്രീസ് നമുക്ക് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാം. സോ ഐ ഹാവ് ഓൾറെഡി ഡൺ ദിസ് ഡബിൾ ക്രോഷ്യ ഹിയർ. നൗ ഐ ഹാവ് ടു ഡു ചെയിൻ 1 ആൻഡ് ഡബിൾ ക്രോഷ്യ ടു കംപ്ലീറ്റ് മൈ ഇൻക്രീസ്. ഓക്കെ, നൗ നമുക്ക് ഇവിടുത്തെ ഈ ലെഫ്റ്റ് ആം ഹോൾ ഉണ്ടാക്കാം. സോ അതിന് വേണ്ടിയിട്ട് 4 ചെയിൻസ് കൊടുക്കുക. സോ 4 chains for another armhole and again continue with the increase. So
double crochet, chain 1, double crochet. So increase നമ്മൾ അവിടെ ചെയ്തു കഴിഞ്ഞു. ഇനി ഈ സൈഡിൽ we have to stitch 17 double crochet. So in total, including this double crochet, we will get 18. So I will meet you at this point. So I have reached my 17th stitch here, starting from this increase. So I have one more stitch to go. Now it becomes 18, and slip stitch here at the top of the second chain already formed, which is the beginning of this row. Okay, so this is how our dress looks like so far with the color change. നമുക്ക് എന്തായാലും ഇവിടെ 36 സ്റ്റിച്ചസ് ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് കൗണ്ട് ചെയ്യാം. സോ 2 4 34 36. സോ ഇവിടെ നമുക്ക് 36 സ്റ്റിച്ചസ് ഈ റൗണ്ടിൽ കിട്ടിയിട്ടുണ്ട്. Now in this 10th round, so what we have done is a total of 36 stitches at the front, created an armhole for right side, 36 stitches at the back, created an armhole for left side. Now we are going to continue our 11th round. 11th round is we are just going to do double crochet along the stitches. ഇവിടെ ആം ഹോൾ എത്തുമ്പോഴേക്കും നമുക്കൊരു 5 ഡബിൾ ക്രോഷേ കൊടുക്കണം. ഇവിടെയും 5 ഡബിൾ ക്രോഷേ കൊടുക്കണം. So I will come and meet you at this point. We have to give 5 double crochet stitches for this armhole, as well as 5 double crochet stitches at this armhole. So to start the 11th row, chain 2, which is my first double crochet stitch, and then continuing all the way along till I reach the corner. So here I will be getting total of 19 double crochet stitches. So ഈ 11th round എനിക്ക് ഇവിടെ ഇങ്ങനെ 19 stitches കിട്ടും. So I will meet you at this point. I have reached my 17th stitch in the 11th round. ഇതെൻ്റെ 11th റൗണ്ടിലെ 17th stitch ആണ്. So ഇത് next one is my 18th stitch. Yes, now I'm going to do my increase here. That forms my 19th double crochet here. Then chain 1, double crochet. So I have done my increase here. And then we have 4 chains done in our previous row. Previous row ചെയ്ത 4 chains in the middle. We are going to do 5 double crochet stitches. I am going to insert my hook in between the chain stitch. So ഈ ചെയിൻ്റെ ഇടയ്ക്കൂടെ ആണ് ഞാൻ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. സോ ഐ ഹോപ്പ് ദിസ് ഇസ് വിസിബിൾ. So I am going to do double crochet stitch along this 4 chains. 3, 4, 5. So now I have created my
double crochet stitch for the armhole. Now this is our back side, back panel. We are continuing to do an increase here, then crochet along the entire row and increase here. ഇവിടെ നമുക്കിനി 36 സ്റ്റിച്ചസ് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഈ റൗണ്ടിൽ എനിക്ക് 38 സ്റ്റിച്ചസ് വേണം. ഐ ഹാവ് ടു ഗെറ്റ് 38 സ്റ്റിച്ചസ് ഫ്രം ദിസ് ഇൻക്രീസ് till here. Okay, so this is my increase. Chain 1, double crochet, chain 1, okay, now I'm going to do double crochet here. I will meet you at this point. So this is our back panel. I have reached my 36th stitch. So now it is into my 37th stitch. I'm going to do my increase here. So it is my 38th stitch. Now chain 1 and double crochet to complete my increase. Okay. This is our left armhole. So as we did here, we are going to do 5 double crochet along the 4 chains. So എൻ്റെ 38 സ്റ്റിച്ചസ് ഈ റൗണ്ട് 11ൽ 38 സ്റ്റിച്ചസ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഇൻക്രീസും കഴിഞ്ഞു. നൗ ഈ ആം ഹോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയിൻസിൻ്റെ 4 ചെയിൻസ് ഉണ്ടല്ലോ, ആ 4 ചെയിൻസിൻ്റെ മേളിൽ 5 ഡബിൾ ക്രോഷേ സ്റ്റിച്ചസ് ചെയ്യാൻ പോവുകയാണ്. സോ ദിസ് ഈസ് മൈ 3, 4. So one more double crochet. Now again back to my increase place. So chain double crochet, chain 1, double crochet. So I have given a definition to my armhole. So this is how it looks. This is my armhole here, and this is another armhole here. I have to complete my double crochet here. Until I reach here, I should get, including this increase stitch, I should get 19 double crochet stitches. So here I have reached my 18th stitch. I am going to end this round with my last stitch here in this side with the double crochet and then doing a slip stitch. So here in the front I have obtained from one armhole till the other armhole 38 stitches, 5 double crochet stitches by this side and 5 double crochet stitches by the other side, and at the back panel again 38 stitches. So ഇപ്പോൾ ഞാൻ എൻ്റെ റൗണ്ട് 11 ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ എനിക്ക് 38 സ്റ്റിച്ചസ് ഉണ്ട്. ഇത് ഈ എൻ്റെ സ്ട്രെച്ച്, then 5 double crochet stitches for armhole here. ഇവിടെ 5 double crochet stitches ഉണ്ട് ഇവിടുത്തെ ഈ armhole-ന്, ആൻഡ് അതുപോലെ ബാക്ക് പാനലിനും 38 stitches ചെയ്തിട്ടുണ്ട്. Next is the round. We are going to do
the different stitch called the open mesh stitch or the simple open mesh stitch. Okay, this is what we are going to do. ഇനിയിപ്പോൾ നമ്മൾ റൗണ്ട് 12 സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് ഈ ടൈപ്പ് ഓഫ് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനെ സിമ്പിൾ മെഷ് സ്റ്റിച്ച് ഓർ സിമ്പിൾ ഓപ്പൺ മെഷ് സ്റ്റിച്ച് ഓർ ഓപ്പൺ മെഷ് സ്റ്റിച്ച് എന്ന് പറയും. ഓക്കെ, സോ ഇതാണ് നമ്മളിനിപ്പോൾ ചെയ്തു തുടങ്ങാൻ പോകുന്നത്. ഈ ഒരു റൗണ്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ബാക്കി എല്ലാ റൗണ്ട്സും ചെയ്യുന്നത്. സോ നമുക്കതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് കാണാം. നിങ്ങൾക്ക് ഇവിടം വെച്ചിട്ട് വേണമെങ്കിൽ ഈ യാൺ കട്ട് ചെയ്തിട്ട് യു ക്യാൻ സ്റ്റാർട്ട് ഫ്രം എനിവെയർ അണ്ടർ ദി ആംസ് ഹിയർ or you can continue doing here itself, so your choice. So ഞാൻ ആ ഓപ്പൺ മെഷ് സ്റ്റിച്ച് തുടങ്ങാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് 2 chains which is my double crochet stitch, then 1 chain for that gap. ഇവിടെ കണ്ടല്ലോ, ഈ ഗ്യാപ്പിന് വേണ്ടിയിട്ട് കാണുന്നില്ലേ, ഈ ഒരു ഗ്യാപ്പിന് വേണ്ടിയിട്ടുള്ള ഇതാണ് ഈ ഒരു ചെയിൻ എന്ന് പറയുന്നത്. എന്നിട്ട് സ്കിപ്പ് 1 സ്റ്റിച്ച്, എന്നിട്ട് മൂന്നാമത്തെ സ്റ്റിച്ചിൽ ഹുക്ക് ഇടുക. ഡബിൾ ക്രോഷേ, മൂന്നാമത്തെ സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. സോ വാട്ട് ഐ ഹാവ് ഡൺ ഇസ് ടു സ്റ്റാർട്ട് വിത്ത് ദാറ്റ് 2 chains, chain 1, skip 1 stitch, insert the hook into the next double crochet stitch, chain 1, skip 1 stitch, insert hook into the next stitch. So far we have completed this side of creating our mesh stitch. Now we have ഇത് നമ്മുടെ ഫ്രണ്ടിൽ ഒരു വശത്ത് നമ്മൾ മെഷ് സ്റ്റിച്ച്, ഓപ്പൺ മെഷ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആം ഹോളിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞു. സോ അറ്റ് ദി ആം ഹോൾ അഗെയിൻ കണ്ടിന്യൂ ദ സെയിം. സോ ചെയിൻ 1, സ്കിപ്പ് 1, ഇൻസേർട്ട് ദ ഹുക്ക് ഇൻ ടു ദി നെക്സ്റ്റ് സ്റ്റിച്ച്. Again chain 1, skip 1, insert the hook into the next stitch, chain 1, skip 1, insert the hook into the next stitch, chain 1, skip 1, insert the hook into the next stitch. Okay, ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ ഇൻക്രീസിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ചെയിൻ 1, skip 1, insert the hook into the next stitch. And now ഇപ്പോൾ നമ്മൾ ബാക്ക് പാനലിൽ എത്തിക്കഴിഞ്ഞു. Again the same pattern, chain 1, skip 1, insert the hook into the next stitch. So ഇതേപോലെ ഈ പാറ്റേൺ ഇതുപോലെ ഈ ബാക്ക് സൈഡിൽ ഇത് മൊത്തം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക, ബാക്ക് പാനലിലൊക്കെ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, സോ ഐ വിൽ മീറ്റ് യു അറ്റ് ദിസ് പോയിന്റ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് മൈ എൻറ്റയർ റോ ഓഫ് ഡൂയിങ് ദ സെയിം പാറ്റേൺ ഓഫ് ക്രോഷേ സ്റ്റിച്ചസ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഈ ഇൻക്രീസിൻ്റെ അവിടെ എത്തി നിൽക്കുകയാണ്. സോ ഐ ഹാവ് ഡൺ മൈ ഡബിൾ ക്രോഷേ, ചെയിൻ 1, സ്കിപ്പ് 1. ഇപ്പോൾ ഈ ചെയിൻ 1 സ്പേസിലാണ് അടുത്ത സ്റ്റിച്ച് വരാൻ പോകുന്നത്. Okay, again continuing the same pattern, chain 1, skip 1, double crochet in the next stitch, chain 1, skip 1, double crochet, chain 1, skip 1, double crochet in the next stitch. ഇനി ഈ പാറ്റേൺ അതുപോലെ തന്നെ ഇവിടെ ഇത് ഇവിടെ വരയ്ക്കും ഒന്ന് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് എൻ്റെ വീഡിയോ റെസ്യൂം ചെയ്യാം. സോ അറ്റ് ദിസ് പോയിൻറ്റ് ഐ വിൽ കം ആൻഡ് റെസ്യൂം മൈ വീഡിയോ അഗെയിൻ. ഐ ഹാവ് ടു കണ്ടിന്യൂ ദ സെയിം പാറ്റേൺ until you reach here.
ഇപ്പോൾ ഞാൻ എൻ്റെ ഈ റൗണ്ടിൻ്റെ എൻഡ് അവസാനത്തിൽ എത്തി നിൽക്കുകയാണ്. സോ I have to do one chain and then double slip stitch at the two stitches, the first two chain stitches. So I have reached the end of this row and I completed my row with a chain in between and then with a slip stitch on top of the second stitch of this row. So this is my 12th row or the start of the open mesh stitch. Now we have to continue the entire section in the same manner. I'm going to do one more row in the same fashion and then I will change my yarn like oro round start ചെയ്യുമ്പോഴേക്കും chain 2, then that chain 1 space and then skip next stitch, insert your hook into the next chain, next stitch and then continue along on top of the previous round of the stitches. So now I have completed my 13th row. So it's also in the same format of the open mesh stitch. Now here I am going to change my yarn. So I am going to use this color and the brand is the same Cashmere yarn. It's Oswald Shilpa Cashmere yarn. Chain 3. Chain 3 is 2 chains for double crochet and chain 1 space. I am going to continue the same method. So chain 2, first double crochet, chain 1 and then skip 1 stitch, double crochet in the next stitch, chain 1, skip 1, double crochet in the next stitch, chain 1, skip 1, double crochet in the next stitch, chain 1, skip 1, double crochet in the next stitch. So I am going to continue this for 4 rounds. While doing this open mesh stitch, you will get 47 double crochet stitches as well as 47 chains in between each stitches to make sure that you get all those stitches right from the beginning and as you continue down the dress. ഇപ്പോൾ ഞാനിവിടെ എൻ്റെ ഓപ്പൺ മെഷ് സ്റ്റിച്ചിൻ്റെ 6 റോസാണ് ചെയ്ത് തീർത്തിരിക്കുന്നത്. സോ എല്ലാ റോസിലും എനിക്ക് നേരത്തെ പറഞ്ഞ മാതിരി 47 സ്റ്റിച്ചസ്, 47 ഡബിൾ ക്രോഷേ സ്റ്റിച്ചസ് ആൻഡ് 47 ചെയിൻസ് ഇൻ ബിറ്റ്വീൻ കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ വീണ്ടും ഇപ്പോൾ എൻ്റെ ലാസ്റ്റ് കളർ ഇവിടെ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇറ്റ്സ് അഗെയിൻ ദ സെയിം ബ്രാൻഡ് ശില്പ ഓസ്വാൾഡ് കാശ്മീർ yarn. I'm going to put a slip stitch here and again inserting my new yarn, a contrasting color yarn. I felt like it would be better for this. ഇനിയിപ്പോൾ ആസ് യൂഷ്വൽ ഞാൻ എൻ്റെ ഈ സ്റ്റിച്ചസ് ഇതുമാതിരി കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. സോ എനിക്ക് ടോട്ടൽ 22 റോസാണ് എനിക്ക് ഈ ഡ്രസ്സിലുള്ളത്. സോ ജസ്റ്റ് ടേക്ക് സോ എൻ്റെ ഡ്രസ്സ് എനിക്കിവിടെ 10 ഇഞ്ചസ് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ 10 ഇഞ്ചസ് വരുന്ന വരെ ഇനിയിപ്പോൾ അടുത്തത് ഞാൻ അങ്ങോട്ടേക്ക് ക്രോഷേ ചെയ്യാൻ പോവുകയാണ്. സോ നേരത്തെ പറഞ്ഞ മാതിരി 5 കളേഴ്സ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഡ്രസ്സ് ഇപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് 8 ഇഞ്ചസ് ഉണ്ട്. ഇനിയിപ്പോൾ ഒരു 2 more inches എനിക്ക് വർക്ക് ചെയ്യണം. സോ
5 plus 4 9, 9 plus 4 13, 13 plus 4 17. ഇനി ഒരു 5 റോസ്, ടോട്ടൽ 22 റോസാണ് എനിക്കിവിടെ ഉള്ളത്, ഇൻക്ലൂഡിങ് ദിസ് ബോട്ടം ബാൻഡ് ഓഫ് ദിസ് ബ്ലൂ കളർ. സോ അതൊരു 5 റോസ് ഞാനിനി എൻ്റെ ഈ ലാസ്റ്റ് ലൈലാക്ക് കളറിൽ വർക്ക് ചെയ്യാൻ പോവുകയാണ്. It is the same pattern, open mesh stitch in circular, in round fashion. So I will meet you at the end of the fourth row of last row of this mesh stitch, and then show you how I will do the border. ഇപ്പോൾ എൻ്റെ ഈ ഡ്രസ്സിന് 9.5 inches ഉണ്ട്, and I have completed 21 rows. Now I am going to do my last row, so which will give me around completely 10 inches, and then we have to do the border. So I will show you how I will do my last row, which is simple double crochet stitches around it. ഓരോ റോസും ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് 47 ഡബിൾ ക്രോഷേ സ്റ്റാൻഡിങ് ഡബിൾ ക്രോഷേ സ്റ്റിച്ചസ് ആൻഡ് 47 ചെയിൻസ് കിട്ടണം. സോ മേക്ക് ഷുവർ യു ആർ ഓൾവേസ് ഗെറ്റിംഗ് ഓൾ ദീസ് 47 ഡബിൾ ക്രോഷേ സ്റ്റിച്ചസ് ആൻഡ് chain one in between for all the mesh stitches rounds you are doing. So now we are moving to our last row, which is going to be the double crochet stitches. So for that I am doing chain 2, in this case chain 2, which is my double crochet, first double crochet, then double crochet in the chain 1 space, double crochet in the next stitch, again double crochet in the chain 1 space, double crochet in the next stitch. So you have to continue doing double crochet all the stitches. നമ്മുടെ ലാസ്റ്റ് റോ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. എല്ലാ സ്റ്റിച്ചസിലും ഓരോരോ ഡബിൾ ക്രോഷേ ചെയ്തുകൊണ്ട് പോകണം. ഇപ്പോൾ ഞാൻ എൻ്റെ ലാസ്റ്റ് റോയിൽ അവസാനത്തിലെത്തി നിൽക്കുകയാണ്. എനിക്ക് കുറച്ച് ഡബിൾ ക്രോഷേ സ്റ്റിച്ചസ് കൂടിയേ ബാക്കിയുള്ളൂ. സോ ഇതുപോലെ ആയിരിക്കും നിങ്ങൾ ഡബിൾ ക്രോഷേ സ്റ്റിച്ചസ് ചെയ്യുക. സോ I am at the end of my last row with few double crochet stitches remaining. So this is how you will be doing all the double crochet stitches all along the previous row stitches. So this is our border. So I have one more chain left. I am going to do double crochet stitch over there and then join this with a slip stitch. Yes, now we have come to the end of our crop top. So I want to do one more slip stitch and then I'm going to cut my yarn. I'll just weave in. By the end of the row 22, here you should get 94 stitches in total. നിങ്ങൾ ആ ഡബിൾ ക്രോഷേ സ്റ്റിച്ചിൻ്റെ മേളിലും ആ ചെയിൻ 1 സ്റ്റിച്ചിൻ്റെ മേളിലും ആണ് 22nd റോയിലുള്ള ഡബിൾ ക്രോഷേ സ്റ്റിച്ചസ് ചെയ്തിരിക്കുന്നത്. ലൈക്ക് ദിസ്, ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. സോ യു വിൽ ബി getting all the double crochet stitches done on all the standing double crochet stitches of the previous row as well as with the chains. So total of 94 stitches you will be obtaining. ഇപ്പോൾ നമുക്ക് ഒരു border ചെയ്യാം. So I am taking a white yarn and I am going to place the hook here.
നിങ്ങൾക്ക് ഇത് എവിടെ വേണേലും വെക്കാം. ഇവിടെ വെച്ച് കണ്ടിന്യൂ ചെയ്യുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ല വേറെ സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ അത് അതുപോലെയും ചെയ്യാം. ഓക്കെ, സോ ഞാൻ എന്തായാലും എൻ്റെ വൈറ്റ് yarn ഇപ്പോൾ ഇവിടെയാണ് വെക്കുന്നത്. ദർ ഇസ് നത്തിങ് സ്പെസിഫിക് ദാറ്റ് ഐ ആം choosing some different place. So just pull this yarn. Now chain 1. So single crochet border ആണ് ചെയ്യാൻ പോകുന്നത്. So for that I am doing a chain 1 here, or maybe I will yes. Now I am going to do single crochet in all the double crochet stitches. I am going to hold this tail end or weave this tail end along with my single crochet stitches. Now this is the place where we started our stitch. So ഇവിടെ നമുക്ക് രണ്ട് chains ഉണ്ട്, and this is a place where we did slip stitch also. So here we are going to do one single crochet because that is also one of our stitches, and then single crochet all the way around. So I'll come and meet you at this point. ഇപ്പോൾ ഞാൻ എൻ്റെ ബോർഡർ തീരാറായി. സോ എനിക്കൊരു 3 more single crochet stitches കൂടിയേ ബാക്കിയുള്ളൂ. So by doing 3 single crochet stitches I will be finishing off my border at the bottom of this crop top. So just as a slip stitch, then I am going to cut this yarn. And then I shall weave this yarn inside here. Now border for neckline. To do the border here, ഇത് നമ്മുടെ ആ നെക്ക് ഇതിന് മുമ്പ് ആ സ്വെറ്ററിൽ ഇങ്ങനെ ചെയ്ത മാതിരത്തുള്ള തന്നെയാണ്, ബോർഡർ ചെയ്തതുപോലെ തന്നെയാണ്. സോ ഓരോ ഡബിൾ ക്രോഷേ സ്റ്റിച്ചസിനും 2 സിംഗിൾ ക്രോഷേ വീതം ചെയ്യണം. So probably I'll be starting from this side. I would prefer to stitch in between the stem of this double crochet. So 2 single crochet for 1 double crochet stitch and continue along this V here. Before that I will just show you how I will start doing the single crochet stitches. Here in between the legs or stem of this double crochet I would like to insert my this side. It is the usual way I do all the new yarns, how I change any new yarn. So there is nothing specific we have to learn here. So for single crochet only 1 chain is needed. And then I will weave this yarn as I crochet along. So ഓരോ ഡബിൾ ക്രോഷേ സ്റ്റിച്ചസിന് 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചസ് വീതം ചെയ്ത് കൊണ്ടുപോകണം. ഇതിനു മുമ്പ് സ്വെറ്റർ ട്യൂട്ടോറിയൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അത്. So the same pattern is being followed here. നിങ്ങൾ ആ 2 ചെയിൻസ് ഇടുന്ന സ്ഥലത്ത് മാത്രം നിങ്ങൾക്ക് കുറച്ച് പ്രയാസമായിരിക്കും. So you will find it a bit tricky
where you come across the two chains, which is your double crochet stitches. Otherwise it is going to be an easy job. So like this I am going to continue all the way round, right from here till this neckline, which is the round, and then I will meet you at this point. So I will show it in my crop top here. I am starting from this point, so right from here in circular fashion all this way, and I will meet you when I reach at this point so that I can show you how I will do the loop. ഇപ്പോൾ ഞാൻ എൻ്റെ ഈ ലാസ്റ്റ് സ്റ്റിച്ചിൽ എത്തി നിൽക്കുകയാണ്. സോ അവിടെയും ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. ഇത് നമ്മുടെ 2 ചെയിൻസ് ഉള്ള പ്ലേസ് ആണ്. സോ ഇറ്റ് വിൽ ബി എ ബിറ്റ് ഡിഫിക്കൽട്ട് ടു പാസ് ദാറ്റ് single crochet, hook, but still single crochet is done. Now this tail I am going to weave in here. Now I am going to make a loop, button loop, because my button will be here on this side. So I am going to make a loop. So for that I am going to chain maybe 8 or 9, and I will see how it is suitable for the button. The size of the button is around so much, so the loop which I am going to make should actually come over it. So if I place it here, I am going to place it here, so the loop, it should cover this appropriately, and then it should come like this and then join here. Maybe 4 more chains I will try. Because the yarn is good enough to stretch, so I am just placing it here and then giving a try. Yes, so it is appropriate. So I have done 12 chains for this button, and then I will single crochet here, because each double crochet will be having 2 single crochet in between its stem or leg. You can call whatever you want, because I am calling it as per my convenience. So now I am going to crochet all the way down here till here, and then 1 single crochet at this point, and then do single crochet here, and then slip stitch here, and cutting my yarn. Then I will be fixing my button here. ഇത് നമ്മുടെ ഫിനിഷ്ഡ് ക്രോഷേ ടോപ്പാണ്, ക്രോപ്പ് ടോപ്പ്. ഓക്കെ, ഞാൻ എൻ്റെ ബട്ടൺ ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട്, ആൻഡ് ദെൻ ബോർഡേഴ്സ് കൊടുത്തു കഴിഞ്ഞു. ഞാൻ എൻ്റെ ആം ഹോളിലും ബോർഡേഴ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. സോ ഇതെല്ലാം നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ ഇവിടെ എങ്ങനെയാണോ നമ്മൾ ബോർഡറൊക്കെ കൊടുത്തത് അതേപോലെ തന്നെയാണ് ഇവിടെ ബോർഡർ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് I had 1 flower already made, so I just kept it here, added for decoration. So this is how my crop top looks like. This is for 4 to 5-year-old girl child. Okay, so now let's see the measurement. I have added my button here
for decoration flower, and then the measurement, let's see how it is. It should be around 10, as I said earlier. Yes, it measures 10. It measures 10. So all the dimensions are accurate. I hope you like this tutorial very much. Please give a try at home. It's very easy. We have just used double crochet stitches and a mesh stitch, which is called a simple mesh stitch or an open mesh stitch, either ways, and just gave a single crochet for border and added a flower for decoration. So എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. വളരെ വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രോജക്റ്റാണ് ഇത്തവണ ഓർണമെൻറ്റ്സ് ഇത് നിങ്ങൾ പഠിക്കുന്നത്. So it is a good beginner tutorial for everyone to try. So please subscribe my channel, support me, like, comment, share, and happy crocheting. Stay safe, and we'll meet in next tutorial. Until then, it's bye from Yarn Ornaments.